ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും. വിവരവും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേയ്ത് കഴലത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യാം. ദല് വെഗ് എച്ച് മുഴുക്കവ് അരമന ലിവ് അൻമതവ്. ഈ അവലോകനം ജൂലൈ 13, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ജെയ്ത് കെവലത് കമ്പനി ഏത് രചങ് ഉപവിഭാഗത്തിൽപ്പെടുന്നു. 40 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 6 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.4 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയുടെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ സ്കോറായ 6 എതിരായി ലെത് രചമ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. വെഗ് രചങ് ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. തെലെ വെഗ് രച മുഴുക്കത് മൈനസിന്റെ ചലനാത്മക കാണിച്ചു 15%. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 1%. കമ്പനിയുടെ വിപണി മൂലധനം തെലെ വെഗ് രച മുഴുക്കത് $32.13 ബില്യൺ. 224 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം 1.5 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $49.41 ബില്യൺ. 120 ബില്യൺ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $120 ബില്യൺ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം വെഗ് രചങ് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം 14.376%. പുസ്തക മൂല്യം 41.298%. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ കടങ്ങൾ $21.747 ബില്യൺ. കമ്പനിയുടെ ഇക്വിറ്റിയുടെ 44% പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനി ഡെറ്റ് ലെവൽ റേറ്റിംഗ് നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 12.1 ആണ്. 20.6 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $2,656 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള പ്രവചന ലാഭം $3,155 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 1.3 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.3 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $25,440 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $29,470 മില്യൺ. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 10.4%. ഉപവിഭാഗത്തിൽ ശരാശരി 6.2%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്.
ഉപവിഭാഗത്തിലെ പേഴ്സണൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 8.237%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 75% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $892,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് ഇത് $511,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം $73,800 ഉപവിഭാഗത്തിൽ ശരാശരി $24,900. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $707,000 ആണ്. ഉപവിഭാഗത്തിൽ $403,000. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും സ്കോർ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 5.6%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 4.5%. സാങ്കേതിക സൂചകം YE14 കമ്പനിക്ക് 58% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 48%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $27.13 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $28.99 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി.